കഴിഞ്ഞ ഒരു വർഷക്കാലം അയ്യന് പൂജ ചെയ്യാൻ നിയോഗം ലഭിച്ച PN മഹേഷ് നമ്പൂതിരി നമുക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം പുറപ്പെടാശാന്തിയായി അയ്യന് പൂജ കഴിക്കാൻ വലിയൊരു ഭാഗ്യം ലഭിച്ചു. എങ്ങനെ നോക്കിക്കാണും? തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ ഒരു വർഷക്കാലം ഭഗവാനോട് ചേർന്ന് തന്നെ താമസിച്ച് ഈ പറഞ്ഞതുപോലെ പാദപൂജ ചെയ്യുവാനും പരിചരിക്കാനുമുള്ള ഭാഗ്യം സിദ്ധിച്ചത് ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം, പരദേവതാ പ്രസാദം, ഇഷ്ടദേവതാ പ്രസാദം, അതുപോലെ അനേകം സജ്ജനങ്ങളായുള്ള ആളുകളുടെ പ്രാർത്ഥന. അതുകൊണ്ട് ഈ ഉള്ളവന് ഈ പീഠത്തിൽ മേശാന്തിയായിട്ട് ഒരു വർഷക്കാലം ഭഗവാനെ പൂജിക്കുവാനുള്ള അവസരം കൈവന്ന് എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഒരു അനുഭവം എങ്ങനെയായിരുന്നു പുറപ്പെടാശാന്തിയായി സന്നിധാനത്ത് കൂടിയപ്പോഴുള്ള? ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ കാര്യങ്ങളെ കൊണ്ട് സാധാരണ നാട്ടിൻപുറത്തെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് വളരെ വ്യത്യാസം പല കാര്യങ്ങളിലും ശബരിമലയിൽ ഉണ്ട്. ഈ ആദ്യം സൂചിപ്പിച്ചതുപോലെ പുറപ്പെടാശാന്തിയാണ്. പിന്നെ ഇവിടുത്തെ അന്തരീക്ഷം, പ്രകൃതി രമണീയമായ അന്തരീക്ഷം എല്ലാം കൊണ്ടിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ മണ്ഡലക്കാലം ഇപ്പോൾ നാളെ ആരംഭിക്കുകയായി. മണ്ഡലക്കാലം മകരവിളക്ക് കഴിയുന്നതുവരെ ഒരു സമുദ്രമറ്റ എരമ്പി വരുന്ന പോലുള്ള ഒച്ചയും ബഹളങ്ങൾ, നാമജപം, സ്വാമിയെ ശരണമയ്യപ്പ, ഇത് മാത്രമാണ് നമ്മുടെ കാതിലും മുഴങ്ങി കേൾക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞ പോലെ ശരണവിളികൾ മാത്രം അങ്ങനെ അലയൊടിച്ച് നിൽക്കുന്നു. ഒരു 1.5 മാസം 2 മാസത്തിൽ മീതെ. അത് കഴിഞ്ഞ് ഈ മാസപൂജ കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ നട അടച്ചു കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ട്, ഇതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ മെഡിറ്റേഷൻ മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ അവിടെ ജപിക്കാനും മറ്റേ ഇപ്പോൾ വെളുപ്പാങ്കാലത്തൊക്കെ ചെന്നിരിക്കുകയാണെങ്കിൽ ചില കിളികളുടെ ശബ്ദം അല്ലെങ്കിൽ ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ മറ്റേ വന്യമൃഗങ്ങൾ, എന്നാൽ അത് ഈ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഒരു അപകടമായിട്ട് ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. നമുക്ക് കാണാൻ തന്നെ സാധിക്കും. ഇപ്പോൾ ഈ ശർക്കര തുടങ്ങിയ ഈ മധുര സാധനങ്ങളുടെ വേസ്റ്റ് ഇതെല്ലാം കൊണ്ടുവരുന്നിടത്ത് ഈ പറഞ്ഞ പോലെ അത് ഈ ഒച്ചയും ബഹളവും ലൈറ്റും ഇതൊക്കെ കഴിഞ്ഞ് ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേശ്ശെ അത് ഇറങ്ങി വന്ന് വാസ്തവത്തിൽ അത് ഈ പറഞ്ഞതുപോലെ അയ്യപ്പൻ്റെ തന്നെ ഈ പറഞ്ഞ പോലെ ഭൂതഗണങ്ങൾ, കിങ്കരന്മാരെന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഇവിടുത്തെ ഈ വനത്തിലെ വാസികളായ അവരും തീർച്ചയായിട്ടും ആ അയ്യപ്പൻ്റെ മുമ്പിൽ എല്ലാവരിലും ഒരേ ചൈതന്യം എന്ന് നമുക്ക് ഇങ്ങനെ സൂചിപ്പിച്ചു തരുന്നത് പോലെ പക്ഷിമൃഗാദികളായാലും അതുപോലെ വൃക്ഷങ്ങൾ, ചന്ദനം തുടങ്ങി സുഗന്ധ വൃക്ഷങ്ങൾ അനവധി. അപ്പോൾ തീർച്ചയായിട്ടും നാട്ടിൽ നിന്നും വളരെ വ്യത്യാസമായ ഒരു ഓക്സിജൻ, പിന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റ് ഒരു ചിന്തകളുമില്ല. ഇപ്പോൾ കുടുംബ സംബന്ധം, ഇപ്പോൾ ഗൃഹസ്ഥനായിട്ടുള്ള ആളാണെങ്കിൽ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രാരബ്ധങ്ങൾ അല്ലെങ്കിൽ ജോലി, വിദ്യാഭ്യാസം, അത് അസുഖങ്ങൾ ഇങ്ങനെയുള്ള ചിന്തയൊന്നും വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ അത് ഭഗവാൻ നമ്മളിത് ആദ്യം പറഞ്ഞ പോലെ ഇവിടെ കയറി വരുമ്പോൾ തത്വമസി എന്ന് കാണിക്കുന്നു പറഞ്ഞ പോലെ ഞാനും നീയും ഒന്ന് തന്നെയാണ്. പിന്നെ ഇനി ഇതിപ്പോൾ ആരുമില്ല, അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. 2 ചൈതന്യങ്ങളും ഒന്ന് തന്നെ. അപ്പോൾ പിന്നെ ഇനി ഇതിലും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം വേറെ ഇല്ല എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഭഗവാന്റെ ഓരോരോ നിമിത്തങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുപോലെയുള്ള സമയത്ത് തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ നിന്നല്ല, ഇനി ഈ പറഞ്ഞ ജന്മസുഹൃതം എന്ന് തന്നെ പറയണം അങ്ങനെയുള്ള അനുഭവങ്ങൾ. ഇറങ്ങുമ്പോഴൊരു വിഷമം ഉള്ളിലുണ്ട് തീർച്ചയായിട്ടും. അതെ, പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർക്കും ഒരേ ഇതാണ്. ഇനി പറഞ്ഞില്ലേ, എല്ലാവർക്കും ഒരുപോലെയാണ് അവസരം തീർച്ചയായിട്ടും വേണം. നമ്മൾ തന്നെ ജീവിതകാലം മുഴുവൻ ഞാനാണെന്ന് പറഞ്ഞ് ഈ കസേരയില്ലേ, അത് പറ്റില്ല. ഓരോരോ നമ്മുടെ ജീവിതവും മനുഷ്യൻ്റെ ഒരു ധർമ്മമുണ്ട്. ഈ പറഞ്ഞ പോലെ ഇത്ര കാലാവധി എന്നൊക്കെ നമ്മൾ എന്നുവെച്ചാൽ അത് വേറൊന്നിനും വേണ്ടിയല്ല, എല്ലാവർക്കും അവസരം വേണം. ഇപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 6 മാസക്കാലം, ഇപ്പോൾ ഗുരുവായൂരൊക്കെ 6 മാസക്കാലം. അപ്പോൾ അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും മറ്റുള്ള ആളുകൾക്കും അവസരം തീർച്ചയായിട്ടും വേണം. ഭഗവാന്റെ മുമ്പിൽ എല്ലാവരുടെയും ചൈതന്യം ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് തന്നെ. അപ്പോൾ അവർക്കെല്ലാം അവസരം തീർച്ചയായിട്ടും വേണം. പിന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ എത്ര നാൾ ജന്മം മുഴുവൻ പൂജിച്ചാലും മതിയൊരു അങ്ങനെ ഒരു വിഷയമില്ല. എങ്കിലും ഇതുപോലത്തുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ മാറി ഈ പറഞ്ഞ പോലെ അടുത്ത ആൾക്കും തീർച്ചയായിട്ടും അവസരം കൊടുക്കണം എന്ന് തന്നെയല്ല. ഇപ്പോൾ ക്ഷേത്രത്തിൽ അകത്ത് പൂജ ചെയ്യുക, കലശാട് അങ്ങനെ തുടങ്ങിയതുള്ളപ്പോൾ മേൽശാന്തി അല്ലെങ്കിൽ തന്ത്രി അതിൻ്റെ ഈ കർമ്മികൾ ചെയ്യുന്നതും പുറത്തുനിന്ന് തൊഴുന്ന ഭക്തനും ഒരേപോലെയാണ് ഭഗവാന്. രണ്ടും ഒരു പ്രവൃത്തി തന്നെയാണ്. തൊഴുക അല്ലെങ്കിൽ ഇപ്പോൾ ജപിക്കുക, ഇത് എല്ലാം പൂജകളാണ് ഭഗവാന്റെ മുമ്പിൽ. അതിനൊന്നും വ്യത്യാസമൊന്നുമില്ല. അവനവൻ്റെ മനസ്സാണ് ഭഗവാന് ആവശ്യമായിട്ടുള്ളത്, ശുദ്ധമായ മനസ്സ്. 1 വർഷം അയ്യന് പൂജ ചെയ്ത് ഒരു മനുഷ്യായുസിൻ്റെ പുണ്യവും പേറിയാണ് PN മഹേഷ് നമ്പൂതിരിയുടെ മലയിറക്കം. ക്യാമറമാൻ സനലിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, സന്നിധാനം.